SNDP യോഗത്തിന് നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്നേഹാദരവ് നൽകിക്കൊണ്ട് മീനച്ചിൽ യൂണിയൻ മഹാസംഗമം നടത്തുന്നു. 2025 മെയ് 8-ന് ഈരാറ്റുപേട്ടയെ മഞ്ഞക്കടലാക്കിക്കൊണ്ട് നടക്കുന്ന മഹാസംഗമത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും താളമേളങ്ങളുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ മഹാസമ്മേളനം നടക്കുന്ന PTMS ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ മീനച്ചിൽ യൂണിയന്റെ ആദരവ് ഏറ്റുവാങ്ങും. പൂഞ്ഞാർ MLA ഡോക്ടർ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി ഡോക്ടർ സംഗീത വിശ്വനാഥൻ സംഘടനാ സന്ദർശനം നൽകും. മഹാസംഗമത്തിന്റെ വിജയത്തിനായി മീനച്ചിൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം നടന്നു. യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടികുന്നൽ അധ്യക്ഷനായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി 30 വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് വളരെ ഒരു വലിയ യൂണിയനിൽ ഒരു വലിയ ആദരവ് കൊടുക്കുകയും അതുപോലെ സ്ത്രീശക്തി ശാക്തേയം എന്ന സമാപന സമ്മേളനം ഈരാറ്റുപേട്ടയിൽ നമ്മൾ വെക്കുകയും ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ മലപ്പുറത്ത് നമുക്ക് ഇത്രയും 46% ഹിന്ദുക്കളുള്ള മലപ്പുറത്ത് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെ പൊതുവായ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു സമുദായത്തിൻ്റെ പേരിൽ അതിനെ ഉച്ചരിക്കുകയും ആ രീതിയിൽ അത് അദ്ദേഹത്തിൻ്റെ 30 വർഷം തികയുന്ന ചേർത്തലയിൽ നടക്കുന്ന ആ മീറ്റിങ്ങിനകത്ത് പോകരുത്, മുഖ്യമന്ത്രി പങ്കെടുക്കരുത്, മന്ത്രിമാർ പങ്കെടുക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാർ വിലക്കുകയൊക്കെ ചെയ്തു. എന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി 30 വർഷം തികയുന്ന ആ പരിപാടിയിൽ നെഞ്ചുറപ്പോടുകൂടി വന്നു നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൈകൾ മുഖ്യമന്ത്രിയുടെ കയ്യെ പിടിക്കുകയല്ലേ ചെയ്തത്, മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറിയുടെ കയ്യെ പിടിച്ച് പൊക്കി ആ നിപ്പ് കണ്ടപ്പോൾ കേരളത്തിലെ ഈഴവൻ ഒരു ഊർജം ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റമൊന്നും. കൺവീനർ ഉല്ലാസ് മതിയത്ത്, സജീവ് വയല, ഷാജി തലനാട്, CT രാജൻ, അനീഷ് പുല്ലുവേലിൽ, സാബു കൊടൂർ, സുധീഷ് ചെമ്പംകുളം, അരുൺ കുളമ്പള്ളി, ഗോപകുമാർ പിറയാർ, മിനർവ മോഹൻ, സംഗീത അരുൺ, പ്രദീപ് പ്ലാച്ചേരി, ബിഡ്സൺ മല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ശാഖാ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരും വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും പങ്കെടുത്തു. 101 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു.